ഈ ഒരു പഴം നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മുടെ ഒക്കെ വീടുകളിൽ മുന്നേ ഉണ്ടായിരുന്ന ഒരു പഴമാണ്. ആത്തച്ചക്ക എന്നാണ് പൊതുവെ ഇത് അറിയപ്പെടുന്നത്. ഓരോ നാട്ടിലും ഓരോ പേരാണ്. ചില നാടുകളിൽ ഇതിന് ചക്കപ്പഴം എന്നെല്ലാം ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങളുടെ നാട്ടിലെ പേരെന്താന്ന് കമന്റ് ചെയ്തതിനു ശേഷം വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ആത്തച്ചക്ക ഇപ്പൊ അധികം വീടുകളിലൊന്നും കാണാറില്ല. ഇത് പൂർണ്ണമായിട്ടും നമ്മുടെ പറമ്പുകളിൽ നിന്ന് നശിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. പലരും വെട്ടി മാറ്റാറുണ്ട്. പല സൗകര്യക്കുറവ് മൂലം പലരും വെട്ടി മാറ്റാറുണ്ട്. ചിലത് ഉണങ്ങി പോകാറുണ്ട്. പൊതുവെ ഈ ഒരു മരത്തിന് നല്ലൊരു ഇടിവ് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നഴ്സറികളിൽ നമ്മൾ ഇതിന്റെ ഗ്രാഫ്റ്റ് തയ്യ അവൈലബിൾ ആണെങ്കിലും കൂടുതൽ പേരും പ്രിഫർ ചെയ്യുന്നത് കസ്റ്റാർഡ് ആപ്പിള്, റെഡ് കസ്റ്റാർഡ് ആപ്പിൾ, അങ്ങനെ ഈ ഒരു ഫാമിലിയിൽപ്പെട്ട മറ്റു പഴങ്ങളെയാണ്. പണ്ടെല്ലാം നമ്മുടെ വീട്ടിൽ ഇതൊരു പിങ്ക് കളർ ആവുന്ന സമയത്ത് തന്നെ നമ്മൾ പൊട്ടിച്ച് അരിയിലോ ചാരത്തിലോ അങ്ങനെ വെച്ച് പഴുപ്പിച്ചെടുക്കാറാണ് പതിവ്. മരത്തിന്റെ മുകളിൽ നിർത്തി പഴുപ്പിച്ചു കഴിഞ്ഞാൽ കിളികളും കാക്കകളും എല്ലാം കൊത്തുന്നുള്ളതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തിരുന്നത്. അധികം കെയറും കാര്യങ്ങളും ഇല്ലാണ്ട് തന്നെ നന്നായിട്ട് ഫലം തരുന്ന ഒരു മരമാണിത്. പ്രത്യേകിച്ച് വളത്തിന്റെയോ കെയറിന്റെയോ ഒന്നും ആവശ്യം ഈ മരത്തിന് സാധാരണയായി കാണാറില്ല. നമുക്ക് ആവശ്യമുള്ളത് പറിച്ചു വെച്ചാലും മരത്തിൽ നിറയെ കിളികൾക്കും കാക്കകൾക്കും ഒക്കെ ആയിട്ടുള്ളത് മരം നൽകാറുണ്ട്. ഇത്രയും നന്നായി കായ്ക്കുന്ന ഒരു ഫലവൃക്ഷം കൂടിയാണ്. മാർക്കറ്റിലൊന്നും അത്രയ്ക്ക് അവൈലബിൾ ആവാത്ത ഒരു ഫ്രൂട്ടാണ് ഇത്. അപ്പൊ വീട്ടിലുള്ളവർ ഈ മരം നന്നായിട്ടൊന്ന് കെയർ ചെയ്യാൻ ശ്രദ്ധിക്കുക. മാർക്കറ്റിൽ കിട്ടാത്തതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഇത് അധികം ദിവസം നമുക്ക് എടുത്തു വെക്കാൻ പറ്റില്ല. അപ്പോഴേക്കും ഇത് ഓവർ പഴുപ്പായി ചീഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. നന്നായി പഴുത്ത ഈ ഒരു ഫ്രൂട്ട് നമ്മൾ പൊളിച്ചു നോക്കുന്ന സമയത്ത് വെള്ള കളറുള്ള തരിതരിയുള്ള ഫ്ലഷും അതുപോലെ തന്നെ ബ്ലാക്ക് കളറുള്ള സീഡും ആണ് ഇതിനുണ്ടായിരിക്കുക. സീഡ് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ തന്നെ 2ാം വർഷം ഇവ പൂവിടുകയും 3ാം വർഷം കായ് തരികയും 5ാം വർഷം ആകുമ്പോഴേക്കും ഇവരുടെ മാക്സിമം കായകൾ നമുക്ക് ഈ ഒരു മരത്തിൽ നിന്ന് തന്നു തുടങ്ങും. സീഡ് കുഴിച്ചിടുന്ന സമയത്താണ് നമുക്ക് 3 വർഷവും 5 വർഷവും ഒക്കെ കായ്ക്കാൻ എടുക്കാറ്. ഇപ്പൊ ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ഒക്കെ അവൈലബിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്രയും വർഷമൊന്നും ഈ ഒരു പ്ലാന്റ് കായ്ക്കാൻ വേണ്ടി എടുക്കുന്നില്ല. ചില സമയത്ത് ഡിസംബർ മാസമെല്ലാം ആവുന്ന സമയത്ത് നമുക്ക് ഇത് മുഴുവനായിട്ട് ഇല പൊഴിച്ച് കാണാറുണ്ട്. അത് നമുക്കൊന്നുകൊണ്ടും പേടിക്കേണ്ട കാര്യമില്ല. അതൊരു നോർമൽ ആയിട്ട് സംഭവിക്കുന്ന കാര്യമാണ്. അത് കഴിഞ്ഞു വരുന്ന തളിരിന്റെ കൂടെ ഇവര് പൂവിടാനും കൂടി തുടങ്ങുന്നുണ്ട്. ഈ പൂവിടുന്ന സമയത്ത് 60% പൂവ് നമുക്ക് കൊഴിഞ്ഞു പോകാറാണ് പതിവ്. അതിൽ 40% മാത്രമാണ് നമുക്ക് കായായിട്ട് കിട്ടുന്നത്. ആ കായായിട്ട് കിട്ടുന്നതിൽ തന്നെ നമുക്ക് അത്യാവശ്യം കായകൾ ഉണ്ടാവും. ഇനി അതെല്ലാം നിങ്ങൾക്ക് കൂടുതൽ കായകൾ വേണം, ആ ഒരു 40% പോരാ എന്നുണ്ടെങ്കിൽ ഒരല്പം 2-3 ഗ്രാം ബോറോൺ എടുത്ത് വെള്ളത്തിൽ കലക്കി ആ ഒരു പ്ലാന്റിന്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ട് വെച്ചാൽ കൂടുതൽ പൂക്കൾ നിങ്ങൾക്ക് കായകളായിട്ട് കിട്ടും. ഇനി ഈ ഒരു മരം ഇപ്പൊ വീട്ടിലുള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മരത്തിലും ഇലകളിലുമായിട്ട് ഫംഗസ് കയറിയിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. പല ഫംഗൽ ഇൻഫെക്ഷൻസും നമുക്ക് ആ ഒരു മരം ഉണങ്ങി പോവാൻ തന്നെ കാരണമായേക്കാവുന്ന ഫംഗസ് ആവാൻ സാധ്യതയുണ്ട്. ഈ ഒരു മരം നിലനിർത്തണം എന്ന് ആഗ്രഹിക്കുന്നവര് ഫംഗൽ ഇൻഫെക്ഷൻ കാണുകയാണെന്നുണ്ട് വെച്ചാൽ ഇലകളിലും മരത്തിലുമായിട്ട് ഒരൽപ്പം സാഫ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അധികം കെയറും കാര്യങ്ങളും വേണ്ടാത്ത പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഫംഗൽ ഇൻഫെക്ഷൻ വരുമ്പോൾ അധികം ശ്രദ്ധിക്കാറില്ല. കൂടുതൽ ശ്രദ്ധിക്കാത്തത് കൊണ്ട് തന്നെ ചില ഫംഗസ് ആ മരത്തെ തന്നെ നശിപ്പിച്ച് കളയുന്നുണ്ട്. പലയിടത്തും അത് ഉണങ്ങി പോകുന്നതായിട്ടും കാണുന്നുണ്ട്. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. മരം നിങ്ങൾ നിലനിർത്താൻ തന്നെ ശ്രമിക്കുക. ഈ ഒരു ഫ്രൂട്ട് ഇഷ്ടമുള്ളവരും നിങ്ങളുടെ നാട്ടിലെ പേര് എന്താണെന്നുള്ളതും താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്കുള്ള സംശയങ്ങളും നിങ്ങളുടെ സജഷനുകളും കമന്റിൽ അറിയിക്കുക. ബൈ.